അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. വായിക്കൂ. Two resistors of resistances R1 equal to 100 plus or minus 3 ohm, R2 equal to 200 plus or minus 4 ohm are connected in series and then in parallel. Find the equivalent resistance of the combinations. You have to calculate the total resistance. Use R equal to R1 plus R2 for series combination and delta R dash by R dash square is equal to delta R1 by R1 square plus delta R2 by R2 square for parallel combination. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണത്. പണ്ട് നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് സയൻസിൽ, അല്ലേ? ഫിസിക്സിൽ പഠിച്ചതാണ്. റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കൊടുത്താൽ ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ പറഞ്ഞേ? ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് റെസിസ്റ്റൻസസ്. അപ്പോൾ ഇഫ് യു ഹാവ് two resistors R1 and R2, if you are connecting them in series, what is the total resistance? Total resistance is equal to R1 plus R2. നിങ്ങൾ പഠിച്ചതാണ്. Then what about parallel combination? Two resistors R1 and R2 are connected parallel. What is the total resistance? R1 R2 divided by R1 plus R2. അവിടെ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്. 1 by R is equal to 1 by R1 plus 1 by R2 ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കും. അപ്പോൾ അത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് R1 R2 divided by R1 plus R2 എന്നാണ്. ഞാൻ ഓർമ്മിപ്പിക്കാതെ. So listen, how many resistors are two resistors R1 and R2? These are connected in series. Then what is the total resistance? Total resistance is equal to how much? R is equal to total resistance is equal to R1 plus R2. ഇത് നമുക്കറിയാം. Then what about parallel combination? In parallel combination നിങ്ങൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് വിളിക്കാം, അല്ലേ? ഇവിടെ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ R ഡാഷ് ഇട്ടോട്ടെ. സോ then അപ്പോൾ 1 by R ഡാഷ് is equal to ഇവിടെ പറയൂ R1 R2 അല്ലേ LCM ഓവർ ദാറ്റ് R2 ഇവിടെയും വരും, R1 അവിടെയും പോകും. അപ്പോൾ R2 plus R1 അല്ലെങ്കിൽ R1 plus R2 അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഡാഷ് ആണ്. R ഡാഷ് എങ്ങനെ കാണും? ഇപ്പോൾ 1 by R ഡാഷിൻ്റെ ആൻസർ ആണിത്. അപ്പോൾ R ഡാഷ് എങ്ങനെ കാണും? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ 9th നമ്മൾ പഠിച്ചതാണ്. സി ഹൗ മെനി റെസിസ്റ്റേഴ്സ് ആർ ദെയർ? ടു റെസിസ്റ്റേഴ്സ് R1 ആൻഡ് R2. ദീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. So for series combination, what is the total resistance? Total resistance is equal to R1 plus R2. Okay, the same two are connected parallel. So the same two are connected parallel. So what is the total resistance? R dash എന്ന് വിളിക്കാം. See, R dash is equal to R1 R2 divided by R1 plus R2. Okay, no problem. So that's all about series and parallel combination of resistors. ഇത് നമുക്ക് അറിയാവുന്ന ഫോർമുലയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരൂ. ക്വസ്റ്റ്യൻ നേരെ വായിക്കൂ. വായിച്ചോ? എന്താണ് എഴുതിയിരിക്കുന്നത്? You have two resistors R1 and R2. The values are given. So what is R1? R1 എന്താന്ന് പറയൂ? What is R1? R1 is equal to 100 plus or minus 3 ohm. ഇങ്ങനെ കണ്ടാൽ നമുക്ക് അപ്പോഴേ അറിയാം കാര്യങ്ങൾ. R1 ആയിട്ട് ഏതിനെ എടുക്കണം? 100നെ എടുക്കണം. ഡെൽറ്റ R1 ആയിട്ട് ഏതിനെ എടുത്തോണം? 3 എടുത്തോണം. നമുക്കറിയാന്നുള്ളത്. അടുത്ത R2 is equal to എന്താ തന്നിരിക്കുന്നത്? 200 plus or minus 4 ohm. ഇങ്ങനെ തന്നാൽ നമുക്കറിയാം R2 is what? 200 ohm and delta R2 is 4 ohm. ഇങ്ങനല്ലേ? ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി നിങ്ങളത് what is the total resistance in series combination? Series, what is the total resistance? Total resistance is equal to പറയൂ. Total resistance is equal to R1 plus R2. See, R1 plus R2 കണ്ടുപിടിക്കണം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, R1 ഉം R2 ഉം. രണ്ടും കൂടെ സം എടുക്കണം. ചുമ്മാ സം എടുക്കൂ. 100ഉം 200ഉം കൂടെ സം എടുത്താൽ 300. ഇനി ഇതിനകത്തുള്ള മിസ്റ്റേക്ക് എങ്ങനെ കണ്ടുപിടിക്കും? സം ആണ്. മിസ്റ്റേക്ക് എങ്ങനെ കണ്ടുപിടിക്കും? മിസ്റ്റേക്ക് ഇൻ ഫസ്റ്റ് നമ്പർ പ്ലസ് മിസ്റ്റേക്ക് ഇൻ സെക്കൻഡ് നമ്പർ. അങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചേ? സോ വട്ട് ഈസ് എ മിസ്റ്റേക്ക് ഇൻ ഫസ്റ്റ് നമ്പർ? 3. മിസ്റ്റേക്ക് ഇൻ സെക്കൻഡ് നമ്പർ 4. സോ വട്ട് ഈസ് എ ഫൈനൽ ആൻസർ? 7. അല്ലേ? സോ പ്ലസ് ഓർ മൈനസ് 7. സോ ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. ഈസ് മച്ച് ഓഫ്
That's all about total resistance. Okay. So total resistance is 300. What is the mistake in it? 7. So how many resistors? 2 resistors, R1 and R2. Then these are connected in series. What is the total resistance? Total resistance is equal to R1 plus R2. Then see R1 plus R2. Okay. Then original numbers you add 200 plus 100, 300. Then mistake, how will you calculate? Mistake in the first number plus mistake in the second number. So 3 plus 4, it is 7. So total resistance of series combination is equal to 300 plus or minus 7. Okay. Now we move to which combination? Parallel. So what about parallel? In parallel, you use the formula total resistance R dash is equal to R1 R2 divided by R1 plus R2. Okay. Total resistance is equal to R1 R2 divided by R1 plus R2. Okay. You calculate. Total resistance is equal to, what is R1? 100 into 200 divided by 100 plus 200. Okay. Then is equal to R dash is equal to, you can calculate. So R dash is equal to, you are getting your result as 66.7 ohm. Okay. This is a total resistance of parallel combination. Okay. No doubt. Then to calculate the mistake in final answer, you use that formula. What is the formula given? Delta R by R dash square is equal to delta R1 by R1 square plus delta R2 by R2 square. This is a formula you have to use to calculate the mistake. See, what is the mistake in, so it is delta R dash. See, what is the mistake in R dash? Delta R dash. So delta R dash you have to calculate. Even a cross is in your delta R dash. So delta R dash equal to delta R1 by R1 square plus delta R2 by R2 square, that multiplied by this one R1 square. Am I right? So this way you can calculate the mistake in this one. So this is a result you got. This is a total resistance of parallel combination. So what is mistake in it? You calculate using this formula. See, delta R dash is equal to, what is R1? 100 square into, what is delta R1? It is 3 divided by R1 square, 100 square, plus delta R2. Delta R2, what is delta R2? 4 divided by R2 square, 200 square. This you can calculate. So you will get your result as 1.78. So 1.78. Careful at cheyanam. So this is a mistake in final answer. So this is a total resistance of parallel combination. There is a mistake of 1.78 in it. So what is the original value of R dash? Original R dash equal to 66.7 plus or minus 1.78 ohm. Okay. This is a final result. ഞാൻ ഒന്നും കൂടെ പറയാം. ചില ആളുകളൊക്കെ അന്തം വിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. നോക്കൂ. We have two resistances R1 and R2. These are the values given. Okay. Then if this is R1, this will be R1, this will be delta R1. This is R2, that is delta R2. ഇതിനൊന്നും doubt ഇല്ല. First you connect them in series. What is the total resistance? Total resistance is equal to R1 plus R2. Put the values. See, this plus this. So this plus this. Okay. So 100 plus 200, 300. Then mistake. So how will you find out the total mistake? Sum ആണ് കണ്ടുപിടിച്ചത്. What is the mistake? Mistake in first number plus mistake in second number. So 3 plus 4, it is 7. So original resistance is equal to 300 plus or minus 7 ohm. That's all about series combination, no headache. Now about parallel combination. Then for calculating the total resistance, which formula will you use? R dash is equal to R1 R2 divided by R1 plus R2. This also no doubt. You simply put the values. So this is a total resistance of parallel combination. Okay.
to calculate the mistake in it, you use this formula. This is the thing they have given. See, to calculate the mistake in this, you use this formula. Okay, so R dash is your calculated resistance. Mistake in it is delta R dash. So, delta R dash is in the contribution. But in the delta R dash contribution, is in a cross is in your chapore. Apa is anam, idang melipu. Okay, any is in a value to R1 in the value ariam, delta R1 ariam, R1 ariam, delta R2 ariam, R2 ariam. Calculate here 1.78. See, this is the total resistance. The mistake is 1.78. So, what is the original R dash? So, original R dash is equal to 66.7 plus or minus 1.78. That much all. See, parallel doubt. See, in parallel, what is the equation to calculate the total resistance? R dash is equal to R1 R2 divided by R1 plus R2. Put the values and calculate. So, this is a calculated value. Then there is mistake in it. So, R dash is a calculated value. So, what is a mistake in it? Delta R dash is a mistake in it. So, how will you calculate delta R dash? To calculate delta R dash, use this formula they have given. So, from this formula, how will you calculate delta R dash? This R1 square, R dash square is put there. See, it is put there. See, it is R dash square, not R1, R dash. See, R dash square. So, there, see, what is R dash? R dash is 66.7. I mistakenly edithu. So, 66.7. Okay. So, it's a square into that. So, you are getting the answer as 1.78. So, original R dash is equal to this plus or minus that. Okay. See, delta R dash is equal to R dash square into this. So, what is R dash? 66.7. It's a square into that. Okay. Ni amparano? No parano. This is the but I am 100 and mark is in the 100 66 R dash. Okay. Got it.